മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ യൂണിറ്റ് 1 ആദ്യത്തെ യൂണിറ്റിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, സാധ്യതാ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ മുഴുവൻ കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ, ഇപ്പോൾ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെ സാധ്യതയുള്ള ചോദ്യങ്ങളാണെന്നുള്ളത്. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ്. അപ്പൊ തീർച്ചയായും എന്താണ് പരീക്ഷയ്ക്ക് നമുക്ക് ഇതുപോലെയോ അല്ലെങ്കിൽ മാറിയും മറിഞ്ഞും ഇതേ രീതിയിലുള്ള ചോദ്യമൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പൊ അത് മിസ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മളുടെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് യൂണിറ്റ് 1 യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ ഏതൊക്കെ പാഠമാണ്? പ്ലാവില കഞ്ഞിയുണ്ട്, ഒരു വിളിയും കാത്തുണ്ട്, അതേപോലെ ഏതാണ് അമ്മത്തൊട്ടിലുണ്ട്. ഈ 3 പാഠഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യമാണ്, എന്നാൽ ഏനും കുടിക്കത്തില്ല, ഏനും അയച്ചിലൊരു കമ്പിതമെടി. ചിരിതയ്ക്കും വാശിയുണ്ട്, അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരം വശപ്പെട്ടു പോയി. വൃദ്ധൻ പറഞ്ഞു, മൂഴക്കരിയിട്ട് തിളപ്പിച്ചു. ഏന അത് കുടിച്ചത്, അവള് കുടിച്ചില്ല. ഏന് കോരി തന്നു. ചിരിത കൃതകൃത്യയായി. അച്ഛൻ ചുമ്മാ പറയുവാ, ഏനും കുടിച്ചു. ജീവിതത്തിലെ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സമർത്ഥിക്കുക. അല്ലേ നമ്മൾ ആ പാഠമൊക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ അല്ലെ? നിങ്ങൾ എല്ലാവരും ഈ പഠിച്ചതാണല്ലോ. ഏതാണ് പാഠഭാഗം എന്ന് പറയുന്നത്? തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ 17ാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി എന്ന നമ്മളുടെ പാഠഭാഗം. എഴുതിയതാരാണ്? തകഴിയാണ്. ഏത് നോവലാണ്? രണ്ടിടങ്ങഴിയാണ് അല്ലെ. എത്രാമത്തെ അധ്യായമാണ്? 17ാമത്തെ അധ്യായമാണ്. അതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കോരനും ചിരിതയും കോരന്റെ അച്ഛനും. അപ്പൊ ജീവിതത്തിലെ പലതരത്തിലുള്ള അല്ലെ ദാരിദ്ര്യപൂർണമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും എന്ത് ചെയ്യുന്നു അവര് തമ്മിൽ അല്ലെ, ഈ കഥാപാത്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്? പണ്ടാരം പിടിച്ച കോരന്റെ ഒപ്പം ഇറങ്ങി വന്നതാണ് എന്റെ ജീവിതം നശിച്ചു പോയതെന്ന് ചിരിതയോ, അല്ലെങ്കിൽ ഇവളെ കെട്ടിയതോടുകൂടിയാണ് ഞാൻ തൊലഞ്ഞു പോയതെന്ന് കോരനോ, അല്ലെ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ച് വീടൊക്കെ വിട്ട് മാറിയെന്നുണ്ടെന്ന് എനിക്ക് ഗതി വന്നെന്ന് കോരന്റെ അച്ഛനും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല അല്ലെ. അപ്പൊ ഏത് ഇല്ലായ്മകളിലും എന്ത് ചെയ്യുന്നു, പരസ്പരം ചേർന്ന് നിന്ന് അവരെന്ത് ചെയ്യാണ് ആ പ്രതിസന്ധികളെ അല്ലെ എന്ത് ചെയ്യാ തരണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. വിശപ്പടക്കാൻ മാത്രമൊന്നും അവിടെ ഇല്ല അല്ലെ. പൈസയില്ല, ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള വരുമാനമില്ല, കൂലിയില്ല, നെല്ലില്ല, ദാരിദ്ര്യം മാത്രമാണുള്ളത്. പക്ഷെ എന്നിട്ടും അവരെ ജീവിതത്തിൽ മുന്നേറാൻ പ്രേരിപ്പിക്കുന്ന എന്താണെടാ? സ്നേഹമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ ഉള്ളിടത്ത് അല്ലെ എല്ലാ മനുഷ്യർക്കിടയിലും ഇതെല്ലാ സാധ്യതകളും ഉള്ളിടത്ത് ചില മനുഷ്യര് അല്ലെ വേർപിരിഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പണമോ അല്ലെ പ്രതാപമോ അതൊന്നും അല്ല നമ്മളുടെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത് അല്ലെ. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് കരുത്താവുന്ന, ഊർജമാവുന്ന ബന്ധങ്ങളാണ്, നമ്മളെ തിരിച്ചറിയുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോരനും ചിരിതയും ഒക്കെ എങ്ങനെയാണ്? ഭയങ്കരമായിട്ട് സമ്പന്നരാണ്. എന്തിന്റെ അർത്ഥത്തില്? സ്നേഹത്തിന്റെ തലം വെച്ച് നോക്കുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെ പറയുമ്പോൾ ജീവിതത്തിലെ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്ന മുഹൂർത്തങ്ങളാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്ത് നമ്മൾ കാണുന്നത് അല്ലെ. കോരനും ചിരിതയും ഒക്കെ എന്താണ്? വിശപ്പ് അനുഭവിക്കുന്നവരാണ്. അവരുടെ വിശപ്പ് അടക്കാൻ പാകത്തിലുള്ള ഒന്നും എവിടെ ഇല്ല, അവരുടെ കുടിലില്ല അല്ലെ. അപ്പോഴോ സ്വന്തം വിശപ്പ് മറച്ചു വെച്ച് പ്രീതമനെ ഊട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏനും കുടിക്കത്തില്ല അല്ലെ, ഏനും കുടിക്കത്തില്ല അല്ലെ. അപ്പൊ കോരൻ പറയാണ് ചിരിത അതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് കോരൻ ചിരിതയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറയാണ് അല്ലെ. രണ്ടുപേർക്കൊന്നും കഴിക്കാനുള്ള ഫുഡ് അതില്ലടാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? കോരൻ പറയും എനിക്ക് വയറ്റിന് സുഖമില്ല, കമ്പിതം അല്ലെ, വയറ്റിലൊരു കമ്പിതം, അതുകൊണ്ട് എനിക്ക് വേണ്ട, നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കോരൻ വിശന്നിട്ടും മാറിക്കിടക്കുകയാണ് ചിരിത കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവരുടെ ഒരു എന്താണ് ആ ഒരു സ്നേഹം അല്ലെ, ആ ഒരു ശ്രമമാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലെ. പിന്നെ അപ്പനും മരുമകളോ തെറ്റിപ്പിരിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടും അവർ വീണ്ടും എന്ത് ചെയ്യണം നിൽക്കുകയാണ് അല്ലെ. എന്നിട്ട് അച്ഛൻ എന്നെ ഇഷ്ടമില്ലാത്ത അച്ഛനാണ് വന്നത്, ഇയാൾക്ക് ഞാനൊരു പച്ചവെള്ളം കൊടുക്കില്ല എന്നാണോ ചിരിത വിചാരിക്കുന്നത്? അല്ല, ചിരിത കൊണ്ടുപോയിരുന്നു അല്ലെ, ആ മുറമൊക്കെ നെയ്ത് കൊണ്ടുവച്ചിട്ടുള്ള ഒരു ഇച്ചിരി അടി വാങ്ങിയിരുന്നു. അത് വേഗം എന്ത് ചെയ്യാണ് അച്ഛന് ഉണ്ടാക്കി അച്ഛന് കോരിക്കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്നേഹത്തിന്റെ മാതൃകയാണ് ആര്? ചിരിത എന്ന് പറയുന്ന കഥാപാത്രം എന്ന് നമുക്ക് പറയാം. അപ്പൊ അപ്പനും മരുമകളും തമ്മിലുള്ള സ്നേഹവും കരുതലുമാണ് രണ്ടാമത്തെ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഒരു നേരത്തെ ആഹാരത്തിനായി പൊരുതുമ്പോഴും എന്ത് ചെയ്യുന്നു? വിശന്ന് വലയുമ്പോഴും അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും ഒക്കെ വലുതാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്താണ്? ഈ പറയുന്ന ആഴത്തിലുള്ള അല്ലെ ബന്ധങ്ങളുടെ ദൃഢതയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇനി ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ് അല്ലെ. കോരന്റെ ഈ ധാർമ്മിക ബോധം
വർത്തമാന സമൂഹത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് അല്ലെ. അക്ഷന്തവ്യമായ അപരാധം എന്ന് പറയുന്ന ഒരു പ്രയോഗം എവിടെ വരുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട് അല്ലെ. എന്തിനാണത് പറയുന്നത്, എന്തിനാണ് പറയുന്നത്? പൊറുക്കാനാവാത്ത തെറ്റ് എന്നുള്ള രീതിയിലാണ് അല്ലെ. അപ്പോൾ കോരൻ വിവാഹം കഴിച്ചതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, അച്ഛനും കോരനും ഒക്കെ തമ്മിൽ ചില കശപിശയൊക്കെ ഉണ്ടാവാണ്. അങ്ങനെ കോരൻ എന്ത് ചെയ്യാണ്, വീട് വിട്ട് അല്ലെ കൈനഗരിയിലേക്ക് തകഴിയിൽ നിന്ന് മാറി താമസിക്കുകയാണ്. അപ്പൊ അങ്ങനെ അച്ഛൻ കുറേ കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു, കോരനെയും ചിരതേനെയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ കുടിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ ആ സമയത്തേക്ക് എന്ത് ചെയ്തിരുന്നു, അച്ഛൻ ആകെ ക്ഷീണിച്ച് ദേഹമാസകലം നീർക്കോളൊക്കെ വന്ന് അല്ലെ, കപ്പ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്തു, അച്ഛൻ ആകെ ക്ഷീണിച്ചു പോയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ്, അച്ഛനെ ഒറ്റയ്ക്കിട്ട് വന്നതിൽ അല്ലെ, താൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും എന്ത് ചെയ്യാമായിരുന്നു, അച്ഛനെ അല്ലെ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരും, നല്ല ഭക്ഷണം കൊടുക്കാമായിരുന്നു, അച്ഛൻ ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു അല്ലെ. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അല്ലെ എന്ത് വഴക്കാണെങ്കിലും എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ പാരൻസ് ആണ് അല്ലെ, അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു, എന്ത് വഴക്കാണെങ്കിലും നമ്മൾ അത് കെയർ ചെയ്യണമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു കുറ്റബോധമാണ് എന്ത് ചെയ്യുന്നത്, കോരന്റെ ഉള്ളിലുള്ളത് അല്ലെ, കോരന്റെ ഉള്ളിലുള്ളത് അല്ലെ. അപ്പൊ ഇനി എഴുന്നേൽക്കാൻ കൂടി വയ്യല്ലോ അച്ഛൻ അല്ലെ, അച്ഛനൊരു ആനയുടെ കരുത്തുണ്ടായിരുന്നു എന്നൊക്കെ കോരൻ പറയുന്നുണ്ട് അല്ലെ. ഒരു നിറയെ ചീനച്ചട്ടി നിറയെ ചോറ് തിന്നിരുന്ന, ഒരു പുറവയലിൽ നിന്ന് മറ്റൊരു പുറവയലിൽ ഇരിക്കുന്ന ആളെ അല്ലെ വിളിച്ചു കൂവാൻ മാത്രം ശ്വാസകോശത്തിന് കരുത്തുണ്ടായിരുന്ന, ശക്തനായിരുന്ന, എത്രയോ കോടി പറ നെല്ല് കൊയ്ത് മെതിച്ച് എത്രയോ ഉദരങ്ങൾ നിറച്ചിട്ടുള്ള ഒരു മഹാമനുഷ്യനാണ് ആര്, കോരന്റെ അച്ഛൻ അല്ലെ. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ഗതികേടിൽ വന്ന് നിന്നപ്പോൾ എന്ത് ചെയ്യാണ്, കോരന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. എന്തൊരു പൊറുക്കാനാവാത്തല്ലേ, എന്തൊരു അക്ഷന്തവ്യമായ തെറ്റായി പോയി എന്നാർക്ക് തോന്നുകയാണ്, കോരന് തോന്നുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം, എഴുതണം. ഇനി നോക്കൂ മക്കള്, ഇനി ഒരു ചോദ്യം അല്ലെ, എന്താണ്, അച്ഛന്റെ സ്വഭാവ സവിശേഷതകൾ, കഥയിലെ സ്ഥാനം എന്നിവ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പിന്നെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ എത്ര കഥാപാത്രങ്ങൾ വരുമെന്ന് എണ്ണിക്കോളെ, എത്ര വരും വേഗം എണ്ണിക്കോളൂ. ആരൊക്കെയാണ് വരിക, കോരൻ വരും, ചിരിത വരും, കോരന്റെ അച്ഛൻ വരും, മേ ബി പുഷ്പവേലിൽ ഔസേപ്പിനെയും ചോദിക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റ് പാഠത്തിലെ കഥാപാത്രങ്ങൾ. രണ്ടാമത്തെ പാഠത്തിൽ മകൻ വരാം, അമ്മ വരാം, അച്ഛൻ വരാം അല്ലെ. പിന്നെ അച്ഛന് ഈ അയൽപക്കങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ഓരോ അമ്മത്തോട്ടിൽ ആര് വരാം, മകൻ വരാം, അമ്മ വരാം. അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ അച്ഛന്റെ കഥാപാത്രങ്ങളാണ് ഓരോ വിളിയും കാത്തെന്ന് പറയുന്ന UK കുമാരന്റെ വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. ഉത്തരാധുനിക അല്ലെ ആധുനിക എഴുത്തുകാരനാണ് UK കുമാരൻ. നമുക്കറിയാം തക്ഷംകുന്ന് സ്വരൂപം പോലെയുള്ള പ്രധാനപ്പെട്ട കൃതികൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന അല്ലെ, നാട്ടു നന്മകളെ വിളിച്ചോതുന്ന ഒരു കൃതിയാണേത്, കഥയാണ് ഓരോ വിളിയും കാത്ത് അല്ലെ. ഓരോ വിളിയും കാത്ത്, അച്ഛന്റെ ഓരോ വിളികൾക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ അച്ഛൻ എങ്ങനെയാണ്, രോഗശയ്യയിലായിരുന്നപ്പോൾ പോലും അദ്ദേഹം തന്റെ ചുറ്റും നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്, ഒരു കറ കളഞ്ഞ കർഷകനാണ് അല്ലെ. അദ്ദേഹം എങ്ങനെയാണ്, ഒരു കറ കളഞ്ഞ കർഷകനാണ്. അദ്ദേഹം കിടന്ന കിടപ്പിൽ തന്നെ അല്ലെ, CCTV ഒന്നും വെച്ചിട്ടല്ല മൂപ്പര് പറമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നത് അല്ലെ. രോഗശയ്യയിലായ സമയത്ത് പോലും അദ്ദേഹം കന്നിപ്പാടത്തിന്റെ വേലിയേറ്റങ്ങളെ കുറിച്ച് അറിയുന്നു, കമുകിൻ തോട്ടത്തിലൂടെ പറന്നു പോകുന്ന വാവലുകളെ കുറിച്ച്. കാരണം അടയ്ക്ക പഴുക്കുന്ന കാലം ഏതാണ്, അത് പറിക്കാൻ വാവലുകൾ വരുമെന്നും അല്ലെ, നെല്ല് കൊയ്യേണ്ട സമയം ഏതാണ്, കൊയ്യേണ്ട സമയത്ത് കൊയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, പാടത്തിന്റെ അറ്റത്തേക്ക് വീട് കിടക്കുന്നു, അതിൽ ചവിട്ടി കുട്ടികൾ പോകുന്നു, ഈ തേങ്ങ വരണ്ട് അല്ലെ, പറിക്കേണ്ട സമയമാകുമ്പോൾ പറിച്ചില്ലെങ്കിൽ വരണ്ട് അങ്ങനെ പ്രകൃതിയിലുള്ള ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും തന്റെ അനുഭവജ്ഞാനത്തിലൂടെ തിരിച്ചറിഞ്ഞ ബോധമുള്ള ഒരു കർഷകനായിരുന്നു ആര്, ഈ അച്ഛൻ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് CCTVയിൽ കാണുന്ന പോലെ പറമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കിടന്ന കിടപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, തിരിച്ചറിയാൻ പറ്റുന്നത്. കുടുംബത്തോട് ഏറെ സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെയുള്ള ആളായിരുന്നു ആര്, അച്ഛൻ അല്ലെ. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇവിടെ വഹിക്കുന്നുണ്ട്, ആ വീട്ടിൽ വഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം. പിന്നെ അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ടല്ലോ, മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം. അപ്പൊ ക്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണാടിയിലൊക്കെ വരുന്ന അല്ലെ ഒരു പച്ച നിറത്തിലുള്ള ഒരു അഴുക്കിനെ കറയാണ് നമ്മൾ ക്ലാവ് എന്ന് പറയും. അപ്പൊ അത്ര ക്ലിയർ ആവില്ല അല്ലെ കണ്ണാടിയിൽ, അപ്പൊ ചിത്രങ്ങൾ അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ഛന് പ്രായമായി, അപ്പൊ അച്ഛന്റെ കാഴ്ചയൊന്നും അത്ര ക്ലിയർ അല്ല, പക്ഷെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമൊക്കെ എന്താണ്, ശരിയായിരിക്കും. അപ്പൊ അത്ര ക്ലിയർ ഒന്നും അല്ലെങ്കിലും അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ശരിയാണ് എന്നാണ് ആ പ്രയോഗത്തിലൂടെ അർത്ഥാക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതേ പാഠത്തു തന്നെയുള്ള ചോദ്യമാണ്.
ഇപ്പോൾ ഇതൊരു വീടല്ല. നീണ്ട വരാന്തകളും വെണ്മയാർന്ന ചുമരുകളും വലിയ ജനലുകളും വാതിലുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊരു വീടാകുന്നില്ല. മകൻ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. കളിച്ചിരികളും പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വീടിനല്ലേ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് വീട് അല്ലെ, കുടുംബം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം, അവർ പരസ്പരം പങ്കുവെച്ചിട്ടുള്ള സ്നേഹത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ കൃതിയിൽ അല്ലെ, കഥാഭാഗത്ത് നമ്മൾ കാണുന്നത്. അപ്പൊ അത് പുറത്തുനിന്ന് നോക്കിക്കാണാണ് ആര് ചെയ്യുന്നത്, മകൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അച്ഛൻ കിടപ്പിലായപ്പോൾ പോലും എന്താണ്, അച്ഛൻ ആ വീട്ടിലെ ഓരോ കാര്യത്തിലും ഇടപെട്ടിരുന്നു അല്ലെ. അപ്പൊ അച്ഛന്റെ മരണമാണ് എന്ത് ചെയ്യുന്നത് ആ വീട്ടിൽ ശൂന്യത സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മളെയൊക്കെ വീട്ടിൽ ഒരുപാട് കസിൻസ് ഒക്കെ വന്ന് താമസിച്ച് 2 ദിവസം നമ്മൾ അടിപൊളിയായി തകർത്ത് ആഘോഷമാക്കി 3-ാം ദിവസം അവർ പോകുമ്പോൾ എന്ത് ചെയ്യും, വീട് ഉറങ്ങിപ്പോയോ, വീട് ഉറങ്ങി അല്ലെ, എല്ലാവരും പോയപ്പോൾ ഒറ്റപ്പെട്ടു നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുള്ള നമ്മളിപ്പോൾ ഒരുപാട് ദിവസത്തേക്ക് നമ്മൾ ടൂർ പോവാണ് അല്ലെ, ടൂർ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 4 ദിവസം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ തോന്നും. എന്തുകൊണ്ടാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടമാണെന്ത്, നമ്മളുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. നമ്മളെ മനസ്സിലാക്കുന്ന ആ വീടിന്റെ വലുപ്പത്തിലല്ല, ആ വീട് വലിയ ബംഗ്ലാവ് ആവണമെന്നില്ല, അത് കൊട്ടാരാവണമെന്നില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എവിടെയാണോ അതാണ് നമ്മളുടെ വീട് അല്ലെ. അത് വീടിന്റെ വലുപ്പം നോക്കിയിട്ടൊന്നുമല്ല. അപ്പോൾ അച്ഛന്റെ മരണശേഷം എന്താണ് അമ്മയ്ക്ക് അനുഭവപ്പെടുന്ന എന്താണ്, അത് വെറും ജനലും കട്ടിലും ഒക്കെ ഉള്ളൊരു കെട്ടിടം മാത്രമാണ്, അതൊരു വീടാവുന്നില്ല. സ്നേഹം ഉള്ള സമയത്ത്, നമ്മുടെ ബന്ധങ്ങളുള്ളപ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത് അത് വീടാവുന്നത് എന്നാണ് അല്ലെ. അപ്പൊ മകൻ അനുഭവപ്പെട്ട എന്തായിരുന്നു, ഒരുപാട് പേര് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതുപോലെയാണ് മകൻ അനുഭവപ്പെടുന്നത്. അപ്പൊ മകന്റെ മാനസികാവസ്ഥയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു വരിയിൽ നമ്മൾ കാണുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഏതോ ദിശയിൽ നിന്ന് അടിച്ചെത്തിയ കാറ്റിൽ ശബ്ദങ്ങളുടെ കരിയിലകൾ അപ്പാടെ പാറിപ്പോയി. ആശയം വിശദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ കരിയിലകൾ എന്ത് ചെയ്യും, മരത്തിന്റെ ചോട്ടിൽ ഉണങ്ങി വീണ കരിയിലകൾ എന്ത് ചെയ്യും, കാറ്റടിക്കുമ്പോൾ അതിന്റെ അനുസരിച്ച്, കാറ്റ് ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് പോകും അല്ലെ. അപ്പൊ അച്ഛന്റെ ശബ്ദം എന്താണ്, കാലത്തിന്റെ അല്ലെ, മരണം എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കാലത്തിന്റെ ഗതിക്ക് അനുസരിച്ച് അച്ഛന്റെ ശബ്ദം എന്ത് ചെയ്തിരിക്കുന്നു, അച്ഛനും ഒക്കെ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് പോയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അച്ഛന്റെ വീട്ടിലെ എല്ലാ ശബ്ദവും, ഇപ്പൊ വീട്ടില് ആളും അനക്കോ ഒച്ചയൊന്നും ഇല്ലാണ്ടായി അല്ലെ, ആരും സംസാരിക്കാണ്ടായി അല്ലെ, എല്ലാവരും അമ്മ നീണ്ട മൗനത്തിലേക്ക്, അച്ഛന്റെ മരണത്തോടു കൂടെ അമ്മ മൗനത്തിലേക്ക് വീണുപോയി എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് എന്താ പറയാ, പരാതികളില്ല, പരിഭവങ്ങളില്ല, വല്ലപ്പോഴും ഒക്കെ ഒച്ചയെടുത്ത് സംസാരിക്കാനുള്ള അമ്മയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ശബ്ദത്തിന്റെ എന്താണ് കരിയിലകൾ അല്ലെ, അച്ഛന്റെ മരണത്തോടെ കാറ്റിൽ പാറിപ്പറക്കുന്ന കരിയില പോലെ എങ്ങോട്ടോ പാറിപ്പോയി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നമ്മുടെ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ 3-ാമത്തെ പാഠഭാഗത്തിലുള്ള ചോദ്യമാണ്. കിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഈ വരികൾ ഉയർത്തുന്ന വിമർശനം വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ഉപന്യാസം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ വരികളുടെ ആശയം എന്താണ്, എന്തായിരുന്നു, റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിത. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, കുഞ്ഞുങ്ങളെ, അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ 2002 നവംബർ 14 എന്ത് ചെയ്തിരിക്കുന്നത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ അമ്മത്തൊട്ടിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് കവിതയിൽ വരുന്നത്. കുട്ടിയല്ല ഉപേക്ഷിക്കുന്നത്, കവിതയിൽ ആരെയും ഉപേക്ഷിക്കുന്നത്, അമ്മയെയാണ് ഉപേക്ഷിക്കുന്നത് അല്ലെ. അമ്മയെ പല സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്ന മകനെയാണ് നമ്മൾ കവിതയിൽ കാണുന്നത്. അപ്പോൾ ആദ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എവിടെയാണ്, ഒരു മോളിന്റെ മുമ്പിലാണ്. മോള് അല്ലെ, വലിയ നമുക്ക് ലുലു മാളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലൊരു മോളിന്റെ മുമ്പിലാണ് എന്ത് ചെയ്യുന്നത് അമ്മയെ ആദ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇരുടുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെ. അപ്പോൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, പെറ്റ് കിടക്കുന്ന ഒരു പട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പട്ടി, പൂച്ച, മൃഗങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എന്താണ് അവര് കുറച്ചുകൂടെ ഭയങ്കര എന്തായിരിക്കും, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കും അല്ലെ. കാരണം അവര് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള പട്ടീൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ, അത് കാടിച്ച് കീറി നമ്മളെ ഒട്ടിച്ച് കളയും അല്ലെ. അപ്പൊ അതുകൊണ്ട് മകൻ ഇങ്ങനെ അമ്മേനെ ഉപേക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ പട്ടി എന്ത് ചെയ്യാണ്, കുരച്ച് ചാടാണ്. അപ്പൊ മകൻ പറയാണ് അല്ലെ, പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരു ഊറ്റം കുരച്ചത് ചാടി കുതിക്കുന്നു. ഇവിടെ 2 തരത്തിലുള്ള മാതൃബിംബങ്ങളെ നമുക്ക് കാണാം. അതായത് ഒന്ന് എന്താണ്, തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അമ്മയാകുന്ന പട്ടിയെ നമുക്ക് കാണാം. മറ്റൊന്ന് തൻ്റെ മകനാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മയാണ്. ഇങ്ങനെ 2 അമ്മകളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ പുതിയ കാലത്ത് എന്താണ് ഇത്തരത്തിലല്ലേ എന്ത് ചെയ്യുന്നു,
നമ്മളുടെ നാട്ടിലുള്ള അമ്മമാർ എത്രത്തോളം കെയർ ചെയ്തിട്ടാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അല്ലെ എന്തൊക്കെ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്, എങ്ങനെയാണ്, എന്തൊക്കെ അവർ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ ചാടിക്കുതിച്ച് കണ്ണും എല്ലാം അലേർട്ടായിട്ട് നിൽക്കുന്ന ഒരു പട്ടി അല്ലേ, അമ്മയാകുന്ന പട്ടിയെ നമ്മൾ കാണും അല്ലെ. ആ അമ്മ പട്ടി എന്ത് ചെയ്യുന്നു, നമ്മളെ കണ്ണുകൾ തുറപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പുതിയ കാലഘട്ടത്തെ തന്നെ എന്ത് ചെയ്യാണ്, ചിത്രീകരിക്കുന്ന ഒരു ചിത്രങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലെ. അപ്പൊ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ച ഒരുപാട് കഥകൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. കരള് വേദന തോന്നുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഏറ്റവും ക്രൂരമായിട്ട് വൃദ്ധരായ ആളുകളോട് പെരുമാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നമ്മളെ കാലത്ത് അല്ലെ, പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. മാതൃത്വത്തോട് ഇന്നത്തെ സമൂഹം കാണിക്കുന്ന ക്രൂരതകള്, പ്രായമായ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് വിചാരിക്കുന്ന സമൂഹമാണ് വളർന്നു വരുന്നത്. പ്രായമായവരെന്ത് ചെയ്യുന്നു, ഒടിഞ്ഞ ഫർണിച്ചറുകളെ പോലെ അവർക്ക് തോന്നുകയാണല്ലേ, ഒരു മൂലയിലേക്ക് തള്ളി മാറ്റപ്പെടുന്നു. ഈ കാഴ്ചപ്പാടിന്റെ പ്രതിനിധികളാണ് കവിതയിലെ മകനും ഭാര്യയും. ഓക്കെ. അപ്പൊ തങ്ങൾക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പണ്ട് അല്ലെ സഹിച്ചിട്ടുള്ള, ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെ വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള, വളർത്തി വലുതാക്കിയിട്ടുള്ള അല്ലെ, എല്ലാം ത്യജിച്ച് അല്ലെ മകന് വേണ്ടി ജീവിച്ച അമ്മ എന്ത് ചെയ്യാണ്, ആ അമ്മയെ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കാൻ വേണ്ടി വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയുന്നത് പോലെ കൊണ്ട് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന മകനെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ. അപ്പൊ യുവത്വത്തിന്റെ ഉള്ളിലും അല്ലെ ആ പട്ടിയുടെ കുര അല്ലെ, പുതിയ സമൂഹത്തിന്റെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ പട്ടിയുടെ കരച്ചിൽ അല്ലെങ്കിൽ ആ ഒരു കൊര എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ പ്രാധാന്യമുള്ള വരികളായിട്ട് മക്കൾ അതിനെ കാണണം. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആ ചോദ്യം കൂടെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവാ. അപ്പൊ ആദ്യത്തെ പാഠം ഏതാണ്, അമ്മത്തൊട്ടിൽ അല്ലെ, അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. രണ്ടാമത്തേതോ, ഇവിടെ അമ്മേനെ തനിച്ചിർത്തി എങ്ങനെയാ പോവാ, ഏതാണ്, ഓരോ വിളിയും കാത്ത് അല്ലെ. അടുത്തത് നോക്കൂ നിങ്ങള്, അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു, വൃദ്ധനെ തകഴിയിൽ തനിച്ചു നിർത്തിയിട്ട് തന്റെ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ പോന്നു, സൂചനകൾ പ്രയോജനപ്പെടുത്തി കഥാപാത്രങ്ങളുടെ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഈ 3 അല്ലെ എന്താണ്, ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലുള്ള 3 പാഠഭാഗമാണ് അല്ലെ പ്ലാവിലക്കഞ്ഞി. അപ്പൊ ഈ 3 പാഠത്തിലെയും കഥാപാത്രങ്ങളെ, ഈ 3 മകന്മാരെയും വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്ലാവിലക്കഞ്ഞിയിൽ എന്താണ്, ആദ്യം അച്ഛൻ ഉപേക്ഷിച്ച് വന്നതിൽ കുറ്റബോധം തോന്നുന്ന കോരനെ നമുക്ക് കാണാം. ഓരോ വിളിയും കാത്തിൽ എന്താണ്, നമ്മൾ മാതൃകയാക്കേണ്ട മകനാണ് അല്ലെ, അമ്മയെ ഒറ്റയ്ക്കിട്ട് പോകാനും അച്ഛൻ്റെ അമ്മേന്റെ സ്നേഹമൊക്കെ മകനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നത്, മകന്റെ കാഴ്ചപ്പാടുകളാണ് അല്ലെ. അപ്പൊ നല്ല രീതിയിൽ എന്താണ്, അമ്മയെ സ്നേഹിക്കുന്ന പുതിയ കാലത്ത് മാതൃകയാക്കേണ്ട ഒരു കഥാപാത്രമാണ് ഓരോ വിളിയും കാത്തിലുള്ള മകൻ. പ്ലാവിലക്കഞ്ഞിയിൽ എങ്ങനെയാ, അമ്മത്തൊട്ടിൽ എങ്ങനെയാണ്, പുതിയ കാലത്തെ അല്ലെ, ഏറ്റവും നെറികെട്ട കാലത്തിന്റെ നേർചിത്രമാണ് അമ്മത്തൊട്ടിൽ നമ്മൾ കാണുന്നത്. വൃദ്ധരോടുള്ള പുതിയ കാലത്തെ യുവതലമുറയ്ക്കുള്ള എന്താണ് മനോഭാവമാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിലൂടെ റഫീഖ് അഹമ്മദ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 3 മകന്മാരെയും എന്ത് ചെയ്യണം, വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചോ, ക്ലിയർ ആയോ, നിങ്ങൾക്ക് മനസ്സിലായോ, ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതോ, കമന്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ടീച്ചർ കമന്റ് നോക്കും. ഇനി ഏത് പാഠഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അതും നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യണം അല്ലെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം കേട്ടോ. ടീച്ചർ കഷ്ടപ്പെട്ടൊക്കെ പറഞ്ഞൊന്നുമില്ലേ, അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണ്ടേ. എൻ്റെ ടീച്ചർ വിചാരിക്കില്ലോ ഇവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വേണ്ടേ, ഇവർക്ക് ഇഷ്ടപ്പെടൂലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെടുത്തൊക്കെ ചെയ്തിട്ട് ഇവർ ലൈക്ക് ചെയ്തില്ലെന്നൊക്കെ എനിക്ക് സങ്കടം തോന്നും അല്ലേ, എന്തിനാ വെറുതെ തന്നെ സങ്കടപ്പെടുത്തണേ. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.